Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വരുന്ന ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ നമ്മൾ അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം, എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ഇന്ത്യയുടെ സാധ്യത, അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന ഒരൊറ്റ പാരഗ്രാഫാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ കഴിഞ്ഞതിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ടെക്സ്റ്റ് അല്പം ബുദ്ധിമുട്ടാണ് ടെക്സ്റ്റ് കിട്ടാനെന്ന് പറഞ്ഞിരുന്നു മുൻപ്. അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് കിട്ടിയപ്പോൾ അല്പം വൈകി. അപ്പോൾ കിട്ടിയ സമയത്ത് കുറച്ച് സമയം കൊണ്ട് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആൻസറിലേക്ക് നേരെ പോവാം. നോക്കൂ, ഹിസ്റ്റോറിക്കൽ ഓർ ഹെറിറ്റേജ് ടൂറിസം. ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഹെറിറ്റേജ് ടൂറിസം രണ്ട് രീതിയിലും പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ഓർ ഹെറിറ്റേജ് ടൂറിസം entails discovering a location's history and heritage through various activities such as sightseeing, museum visits and exploring local cuisine to appreciate the culinary heritage of the region. അപ്പോൾ എന്താ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഹെറിറ്റേജ് ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് entails discovering a location's history, അതായത് ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഹെറിറ്റേജ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഒരു ലൊക്കേഷൻ്റെ ഹെറിറ്റേജ് അല്ലെങ്കിൽ ഹിസ്റ്ററി നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്യുക നമുക്ക് സാധ്യമാക്കി തരുന്നു. എൻറ്റെയിൽസ് അവർ പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹെറിറ്റേജ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു. എങ്ങനെ? വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ, സച്ച് ആസ് സൈറ്റ് സീയിങ്, സ്ഥലങ്ങൾ സന്ദർശിക്കുക, മ്യൂസിയം വിസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പ്ലോറിംഗ് ലോക്കൽ ക്വിസീൻ, അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ എന്തു ചെയ്യുക, രുചിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. ലോക്കൽ ക്വിസീൻ, ക്വിസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ ഭക്ഷണ വിഭവങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? ഈ ഭക്ഷണ വിഭവങ്ങൾ എന്തിനാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ടു അപ്രിഷിയേറ്റ് ദ കുലിനറി ഹെറിറ്റേജ് ഓഫ് ദ റീജിയൻ, ആ പ്രദേശത്തിൻ്റെ കുലിനറി ഹെറിറ്റേജിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ. എന്താണ് ഒരു പ്രദേശത്തിൻ്റെ കുലിനറി ഹെറിറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പാചകത്തിലുള്ള, ഭക്ഷണ വിഭവത്തിലുള്ള ഒരു പ്രദേശത്തിൻ്റെ പാരമ്പര്യം. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ഭക്ഷണ വിഭവത്തിലുള്ള, അതായത് ക്വിസീൻ, ഫുഡിലുള്ള ഹെറിറ്റേജ്, അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രപരമായിട്ടും, അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ സ്ഥലങ്ങൾ സന്ദർശനത്തിലൂടെയും മ്യൂസിയം വിസിറ്റ്സിലൂടെയും ഭക്ഷണ വിഭവങ്ങൾ രുചിച്ചറിയുന്നതിലൂടെയും ഒരു പ്രദേശത്തിൻ്റെ ഹെറിറ്റേജും ഹിസ്റ്ററിയും ഡിസ്കവർ ചെയ്യുന്നതിന് നമ്മളെ സാധ്യമാക്കുന്ന സംവിധാനമാണെന്ത്? ഹെറിറ്റേജ് ടൂറിസം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ളത്. പ്ലേസസ് വിത്ത് എ റിച്ച് ഹെറിറ്റേജ് ആൻഡ് വെൽ ഡിസൈൻഡ് ടൂറിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, വളരെ സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൈവിധ്യമായിട്ടുള്ള പാരമ്പര്യവും, അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ടൂറിസത്തിന് അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചറുമുള്ള സ്ഥലങ്ങൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ വൈവിധ്യമായിട്ടുള്ള പാരമ്പര്യവുമുള്ള സ്ഥലങ്ങൾ. അട്രാക്ട് ഓൾ ടൈപ്സ് ഓഫ് ടൂറിസ്റ്റ്, യാതൊരു സംശയവുമില്ല. അതായത് ഇത് രണ്ടുമുണ്ടെങ്കിൽ, നല്ല വൈവിധ്യമായിട്ടുള്ള റിച്ച് ഹെറിറ്റേജും അതുപോലെ തന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചറുമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്തരം സ്ഥലങ്ങൾ എന്തു ചെയ്യും? ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യും.
മേക്കിംഗ് ദം ദ മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നല്ല ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ വൈവിധ്യമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഹെറിറ്റേജ്, പാരമ്പര്യവും, ഇത് രണ്ടും സ്ഥലങ്ങളെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആക്കി മാറ്റുന്നു. അപ്പൊ നല്ല ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുമ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജ് വേണം. ടൂറിസം ഇൻ ഇന്ത്യ is an important part of country's history. ഇന്ത്യയുടെ ചരിത്രത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടൂറിസം എന്നുള്ളത്. അതായത് ടൂറിസത്തിന് വളരെ അനുയോജ്യമായ ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ട്? വിത്ത് കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് വളരെ വലിയ കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. വിത്ത് കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊവൈഡിങ് ന്യൂമറസ് അട്രാക്ഷൻസ്, അതായത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം കൊണ്ട് തന്നെ ഇന്ത്യ വൈവിധ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അട്രാക്ഷൻസ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഈസ് ഹോം ടു ന്യൂമറസ് ഹിസ്റ്റോറിക്കൽ റൂളേഴ്സ് ആൻഡ് വാരിയേഴ്സ്. ഒരുപാട് യോദ്ധാക്കളും അതുപോലെ തന്നെ ഭരണാധികാരികളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഈച്ച് വിത്ത് ദെയർ ഓൺ സ്റ്റോറി, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഥകളുണ്ട്. അതായത് അത് ആരാണെങ്കിലും ശരി, അല്ലെ, ഒരുപാട് വൈവിധ്യമായിട്ടുള്ള പല തലങ്ങളിലുള്ള പല കാലഘട്ടങ്ങളിലായിട്ട് പല ഭരണാധികാരികളും പല യോദ്ധാക്കളും ഇന്ത്യയിൽ പിറവിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു പാരമ്പര്യം, ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ മൊണുമെന്റ്സ്, ചരിത്ര സ്മാരകങ്ങൾ, ഇഷ്ടംപോലെ ചരിത്ര സ്മാരകങ്ങളുണ്ട്. സച്ചസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താജ്മഹൽ ഇൻ ആഗ്ര, ആഗ്രയിലെ താജ്മഹൽ പോലുള്ള ചരിത്ര സ്മാരകങ്ങൾ റിവീൽ ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ ഒറിജിൻസ് ആൻഡ് റൂളേഴ്സ്, അവയുടെ ഉത്ഭവങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ട റൂളേഴ്സിനെ കുറിച്ചുമുള്ള ഇൻഫോർമേഷൻ അവ നൽകുന്നു. അതർ പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇൻക്ലൂഡ്, ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ പെടുന്നു. ഏതൊക്കെ? ഇൻക്ലൂഡ് ദ അജന്ത എല്ലോറ, അജന്ത എല്ലോറ, അതുപോലെ തന്നെ ഖജുരാഹോ ക്യാവ്സ്, അജന്ത എല്ലോറ, അതുപോലെ തന്നെ ഖജുരാഹോ ക്യാവ്സ്, അതായത് ഇത്തരത്തിലുള്ള ക്യാവുകൾ, ഗുഹകൾ. അതുപോലെ തന്നെ ഫോർട്ടുകൾ, എവിടേക്കുള്ള ഫോർട്ടുകൾ? കോട്ടകൾ. ഫോർട്ട്സ് ഇൻ ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ആൻഡ് മധുര. എന്താ ഈ മധുരയുടെ പ്രത്യേകത? ഇന്ത്യസ് മോസ്റ്റ് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴയതും ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യവുമുള്ള ഇന്ത്യയിലെ സിറ്റിയാണ് ഏത്? മധുര. അപ്പൊ മധുര ഇന്നുമുള്ള മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിലെ കോട്ടകൾ, ഇവയ്ക്കും വളരെയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. ഇന്ത്യസ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകം. നാച്ചുറൽ സറൗണ്ടിങ്സ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ സറൗണ്ടിങ്സ്, നാച്ചുറൽ സറൗണ്ടിങ്സ്, ഇന്ത്യയിലെ അതായത് പ്രകൃതിയാലുള്ള ഇന്ത്യയുടെ സവിശേഷതകൾ. ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസസ്, ഇന്ത്യയിലെ വാസ്തുവിദ്യാ മേഖലയിലെ കരകൗശല വിദ്യകൾ. പെയിന്റിങ്സ്, പുരാതന ചിത്രകാരന്മാരുടെ പെയിന്റിങ്സുകൾ. ആർട്ടുകൾ, ക്രാഫ്റ്റുകൾ, ഹെറിറ്റേജ് സൈറ്റുകൾ, പൈതൃക സ്ഥലങ്ങൾ, ഹെറിറ്റേജ് സൈറ്റുകൾ. ക്രിയേറ്റിവിറ്റി, എത്നിസിറ്റി, അല്ലെ, വൈവിധ്യമായിട്ടുള്ള മനുഷ്യ വിഭാഗങ്ങൾ, ജാതികൾ. മ്യൂസിക്, ഡാൻസ്, കസ്റ്റംസ്, മൗണ്ടെയിൻസ്, വാലീസ്, ബീച്ചസ്,
ആൻഡ് റിവേഴ്സ്. ഇങ്ങനെ വൈവിധ്യമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഏരിയാസ്, ഭൂരൂപങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങളും അല്ലെ അവയുടെ സവിശേഷതകളുമെല്ലാം മേക്ക് ഇറ്റ് എ ടൂറിസ്റ്റ് ഡ്രീം, ഇന്ത്യയെ ടൂറിസ്റ്റുകളുടെ സ്വപ്നമാക്കി മാറ്റുന്നു. അതായത് എല്ലാ നിലയ്ക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സവിശേഷ ഗുണങ്ങളും ഒത്തൊരുമിച്ച രാജ്യമാണെന്ന് നമുക്ക് ഇന്ത്യയെ പറയാം. ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ് ഹാവ് ബിക്കം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഡ്യൂ ടു ദെയർ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ്, മേളകളും അതുപോലെ തന്നെ ഉത്സവങ്ങളും, മേളകള്, ചന്തകള്, ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ്, മേളകളും ചന്തകളും ഹാവ് ബിക്കം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അല്ലെ. അതായത് മേളകളും ചന്തകളും എല്ലാം, അതായത് ഇത് അറിഞ്ഞിട്ട് ഇതിന്റെ സമയമാകുമ്പോൾ ഇത് നോക്കിയിട്ട് ടൂറിസ്റ്റുകൾ ഇതിലേക്ക് വന്നു ചേരുന്നു. ഇതും ടൂറിസ്റ്റുകളുടെ ഒരു പ്രത്യേക ആകർഷണമായിട്ട് ഫെയർസും ഫെസ്റ്റിവൽസും മാറുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു ദെയർ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ഇവയിലുള്ള മാറ്റങ്ങൾ ഒരിക്കലും ഇവയിൽ ടൂറിസ്റ്റുകൾക്ക് വിരസത അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ വർഷാവർഷങ്ങളിലുള്ള ഇവയിലെ കണ്ടിന്യൂറ്റി, തുടർച്ചയും എന്നാൽ വൈവിധ്യങ്ങളും ചേഞ്ചും ഇതിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഇത്തരം മേളകള്, ആഘോഷങ്ങള്, ദേ പ്രസന്റ് ഏജ് ഓൾഡ് റിച്വൽസ്. ഇത്തരം മേളകളില്, ആഘോഷങ്ങളില് പുരാതനമായിട്ടുള്ള റിച്വൽസ്, അതായത് പുരാതനമായിട്ടുള്ള റിച്വൽ എന്ന് വെച്ച് പറഞ്ഞാൽ ആചാരങ്ങൾ, പഴമയെ കാണിക്കുന്ന ഏജ് ഓൾഡ് റിച്വൽസ് പ്രസന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ട്രഡീഷൻസ്, കസ്റ്റംസ് ഇൻ മോഡേൺ സെറ്റിംഗ്, അതായത് ആധുനിക അല്ലെങ്കിൽ നവീകരിച്ച പശ്ചാത്തലത്തിൽ, നവീകരിച്ച ആധുനികമായിട്ടുള്ള സെറ്റിങ്സ്, ആധുനികമായിട്ടുള്ള മോഡേൺ സെറ്റിങ്ങിൽ ഏജ് ഓൾഡ് റിച്വൽസും ട്രഡീഷൻസും കസ്റ്റംസും ഇവിടെ പ്രസന്റ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഹെമിസ് ഫെസ്റ്റിവൽസ് ഇൻ ലേഹ്, ലേഹിലെ അതായത് ലഡാക്കിലെ ഒരു സിറ്റിയാണ് ഇത്, ഫേമസ് സിറ്റിയാണ് ലേഹ് എന്നുള്ളത്. ഈ ലേഹിൽ നടക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഹെമിസ് ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ കാർണിവൽ ഇൻ ഗോവ, ഗോവയിൽ നടക്കുന്ന കാർണിവൽ, ദ കാറ്റിൽ ഫെയർ ഇൻ പുഷ്കർ, പുഷ്കർ മേളകള്, അതായത് കാറ്റിൽ ഫെയറുകൾ, അതായത് കന്നുകാലി ചന്തകള്, അതുപോലെ തന്നെ ബോട്ട് റേസ് ഇൻ കേരള, കേരളത്തിൽ നടക്കുന്ന ബോട്ട് റേസുകൾ, ഇതെല്ലാം ആളുകളെ, പ്രത്യേകിച്ച് വിദേശികളെ, ടൂറിസ്റ്റുകളായിട്ടുള്ള വിദേശികളെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ള ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റ് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.